കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനം ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ കർത്താവ് ധാരാളം അവസരങ്ങൾ അടിയൻ്റെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം ദൈവവചന വെളിപ്പാടുകൾ കർത്താവ് കൃപയാൽ തന്നുകൊണ്ടിരിക്കുന്നു. അത് എൻ്റെ മാന്യ ശ്രോതാക്കളോട് പറയുവാൻ ഞാൻ വളരെ ദാഹത്തോടെ, താല്പര്യത്തോടെ ആയിരിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് നിശ്ചയമായി ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ കർത്താവ് നൽകിത്തരും. ദൈവവചനത്തിൽ നിന്നുള്ള വെളിപ്പാട് കേട്ടോ, അതിനപ്പുറമാണ്. ഇപ്പം ഇന്ന് മുഴുവൻ വെളിവ് കേടാ. വചനത്തിന് വിരുദ്ധമായ വെളിപ്പാടുകളാണ് പലർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഏത് അരുളപ്പാടുകൾ, ഏത് ദൈവശബ്ദം, ഏത് ദൈവാലോചന കിട്ടിയാലും ഈ ലിഖിതമായി നമുക്ക് തന്നിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം. അതല്ലെങ്കിൽ അത് അപകടമാണ്, സൂക്ഷിക്കണം. കാലഘട്ടം അങ്ങനെയായി. ഇന്ന് ഓരോരുത്തർക്കും ഓരോ നിലയിലുള്ള ഉപദേശമാണ്. ബഹുമാനപ്പെട്ട ബാലൻ സാറ് പറഞ്ഞത് ഞാനിപ്പോഴും പലരോടുമൊക്കെ പറയാറുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കൃത്യമായി സഭയെ പഠിപ്പിച്ചാൽ ദുരുപദേശം കയറി വരത്തില്ല. അപ്പോസ്തലന്മാർ റോമാസഭയെ പഠിപ്പിച്ചു, കൊരിന്ത് സഭയെ പഠിപ്പിച്ചു, ഗലാത്യ സഭയെ പഠിപ്പിച്ചു, എഫേസ്യ സഭയെ പഠിപ്പിച്ചു, പിന്നെ ഫിലിപ്പി സഭയെ പഠിപ്പിച്ചു, കൊലോസ്യ സഭയെ പഠിപ്പിച്ചു, തെസ്സലോനിക്ക സഭയെ പഠിപ്പിച്ചു. ആ അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചതുപോലെ കർത്താവ് അവരെ ഫലമേൽപ്പിച്ച ആ ഉപദേശം അവർ സഭകളെ പഠിപ്പിച്ചു. ആദ്യം അവർ ഓരോ ദേശത്ത് പോയി വചനം പ്രസംഗിച്ചു. കൂടി വന്നവരെ ആ ദേശത്തിൻ്റെ പേരിൽ കൊരിന്ത് ദേശം, കൊരിന്ത് സഭ, റോമാ പട്ടണത്തിൽ റോമാ സഭ, ഗലാത്യ എന്ന ദേശത്തിൽ ഗലാത്യ സഭ, തെസ്സലോനിക്ക എന്ന പട്ടണത്തിൽ തെസ്സലോനിക്ക സഭ, ഫിലിപ്പിയ എന്ന പട്ടണത്തിൽ ഫിലിപ്പിയ സഭ, കൊലോസ്യ എന്ന പട്ടണത്തിൽ കൊലോസ്യ സഭ. ഓരോ ദേശത്ത് പോയി പ്രസംഗിച്ച് ജനം കൂടി വന്നു. അവരെ മുമ്പോട്ട് വന്നു, അവർ രക്ഷിക്കപ്പെട്ടവരായി അവരെ സ്നാനത്തിലേക്കും അഭിഷേകത്തിലേക്കും നടത്തി. അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ച്, വ്യക്തികളെ പഠിപ്പിച്ച്, കൂട്ടത്തെ പഠിപ്പിച്ച് അവർ ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തി, ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തി. ആ ഒരു രീതി പിശാച് തുറകം വെച്ചിരിക്കുകയായിരുന്നു. എനിക്കത് അങ്ങനെ പറയാൻ ഹേമമുള്ളതുകൊണ്ട് ഞാനങ്ങ് പറയുക. നമ്മൾ ആ പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി പുസ്തകമാണ്. പുതിയ നിയമസഭയുടെ ചരിത്ര പുസ്തകം പ്രവൃത്തി പുസ്തകമാണ്. നമ്മൾ അതിലേക്ക് വരുമ്പോൾ അത് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോവുക. നമുക്ക് തോന്നിയ പോലെയല്ല. വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ പലരും അങ്ങനെ പറഞ്ഞ് പതിനായിരക്കണക്കിന് സഭകൾ ഭൂമിയിലുണ്ടത്രേ. പതിനായിരക്കണക്കിന് ഉപദേശമുണ്ട്. ഞാൻ പറയുന്നത് വളരെ വ്യക്തമാണ്, കൃത്യമാണ്, ഷാർപ്പാണ്, ക്യൂട്ടായിട്ടാണ് ഞാൻ പറയുന്നത്, ചുമ്മാ ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വിലപ്പെട്ട ജനമേ, ദേവദാസന്മാരെ, ദാസീദാസന്മാരെ, എനിക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ട്. നമ്മൾ അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചക്കാരാണെന്ന് ഞാൻ പിന്നെയും തറപ്പിച്ചു പറയുക. അവരെന്ത് ഉപദേശിച്ചു, എങ്ങനെ പഠിപ്പിച്ചു, അവരെങ്ങനെ സഭകളെ ദൈവവചനം കൊണ്ട് പോഷിപ്പിച്ചു എന്ന് നമ്മൾ ഈ റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ വായിച്ച് പഠിച്ച് നോക്ക്. അതിലുണ്ടത്. അതങ്ങ് ചെയ്യ. വചനം ഞങ്ങളുടെ പക്കൽ, ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന് 17 മുതൽ 20 വാക്യത്തിൽ. അപ്പം അവരെങ്ങനെ സഭയെ ഉപദേശിച്ചു, എങ്ങനെ പ്രബോധിപ്പിച്ചു, എങ്ങനെ നടത്തി, അതുപോലെ നമ്മൾ പ്രസംഗിച്ച് നടത്തിയാൽ കർത്താവിൻ്റെ വരെ പോകും. ഇല്ലെങ്കിൽ വേറൊരു കർത്താവ് വരുമ്പോൾ ചേർത്തോണ്ട് പോയി. എനിക്ക് അതേ പറയാനുള്ളൂ. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഈ കാലഘട്ടം എനിക്ക് ഈ ഇടയ്ക്കൊരു അബദ്ധം പറ്റി. അബദ്ധം പറ്റുന്നത് നല്ലതാ, നല്ലല്ലേ അത് പറയാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ. ഈ മൊബൈലിൽ കണ്ടിട്ട് ഒരു ടോർച്ചിന് 500 രൂപ വില. ഭയങ്കര പവർഫുൾ വെളിച്ചമൊക്കെയാണ്. ഞാനത് മൊബൈലിൽ കണ്ടൊന്ന് ബുക്ക് ചെയ്ത്. നമുക്ക് രാത്രി സമയങ്ങളിലൊക്കെ ടോർച്ച് വേണം. കറണ്ടൊക്കെ പോകുന്ന സമയത്ത് നല്ല വെളിച്ചമുള്ള ടോർച്ച് വേണം. വയസ്സൊക്കെ ആയി, കാഴ്ചയൊക്കെ മങ്ങിയിരിക്കുക. അപ്പം നല്ല പവർഫുള്ളായിട്ടുള്ള ടോർച്ച് ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകാൻ പറ്റുള്ളൂ, താഴോട്ടൊക്കെ ഇറങ്ങാനൊക്കെ പറ്റുള്ളൂ.
അങ്ങനെ ഞാനൊരു ടോർച്ച് ബുക്ക് ചെയ്തു. പരിണിത ഫലം ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ഫോൺ കോൾ വന്നു. ടോർച്ചുമായിട്ട് ആൾ വീട്ടിൽ വരുന്നുണ്ട്, 500 രൂപ കൊടുക്കുക, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അതിലും വലിയ തട്ടിപ്പ്. ഞാൻ ഈ തട്ടിപ്പിന് ഇരയായതുകൊണ്ട് തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ നിങ്ങളോടും പറയുക. ഞാൻ മുമ്പ് പാസ്റ്റർമാരാൽ ചതിക്കപ്പെട്ട് കിടന്നതുകൊണ്ട് ഇപ്പോൾ ആ ചതിക്കപ്പെട്ട് കിടന്ന അവസ്ഥയിൽ നിന്ന് പഥ്യവചനം, പഥ്യോപദേശത്തിലേക്ക് പിതാക്കന്മാരിലൂടെ വചനം പഠിച്ചെടുത്തത് കൊണ്ട് ഞാനും അത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ആത്മീയ നന്മയ്ക്ക് വേണ്ടി. അപ്പോൾ ടോർച്ചിൻ്റെ കാര്യത്തിലേക്ക് വരാം. ടോർച്ച് കൊണ്ടുവന്നു, 500 രൂപ കൊടുത്തു. കവർ പൊട്ടിച്ച് നോക്കി. സാധനം കൈ തരുന്നതിന് കാശ് കൊടുക്കണം. അതൊക്കെ തട്ടിപ്പിൻ്റെ ഓരോ ഭാഗങ്ങളാണ്, പാർട്ട് ഓഫ് കളിപ്പിക്കൽ. ടോർച്ച് കൈ തന്നു, കാശ് കൊടുത്ത് ടോർച്ച് കൈ തന്നു. പൊട്ടിച്ച് നോക്കിയപ്പോൾ 100 രൂപയ്ക്ക് കിട്ടുന്ന ടോർച്ചാണ് അത്. 2 എണ്ണത്തിന് 200 രൂപ, 300 രൂപ അങ്ങനെ തന്നെ പോയി കിട്ടി. ഞാൻ പുള്ളി എന്നെ എന്നോട് പറഞ്ഞു, കൊണ്ടുവന്ന പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളി ഒരു മലയാളിയാണ്, കൊറിയറിൻ്റെ ആൾക്കാരാണ്, കൊറിയർ ഏൽപ്പിച്ചിട്ടിരിക്കുക. അവർ കൊറിയറുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. സാർ, ഇത് ഗുണകരമായ സാധനം ആയിരിക്കത്തില്ല, തട്ടിപ്പായിരിക്കും. പിന്നെ നിങ്ങളിത് ബുക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ വാങ്ങിയേ പറ്റൂ, മനസ്സുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ ഞങ്ങളങ്ങ് അയച്ചേക്കാം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. സർക്കാർ ഞങ്ങളെ പറ്റിച്ച് പിഴിഞ്ഞ് തിന്നുകൊണ്ടിരിക്കുക. ഇലക്ട്രിസിറ്റി ബോർഡും വാട്ടർ സപ്ലൈയും കോർപ്പറേഷനും എല്ലാം ഞങ്ങളെ പിഴിഞ്ഞ് ഇനി പിഴിയാനില്ല അതുപോലെ പിഴിഞ്ഞ് തിന്നുകൊണ്ടിരിക്കുക ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ. ഇനിയിപ്പോൾ ഇവരും പിഴിഞ്ഞോട്ടെ, എല്ലാവരും പിഴിയൽ തന്നെയല്ലേ, അവരും പിഴിഞ്ഞോട്ടെ. ആത്മീയ ഗുണത്തിൽ അതും അതിലും വലിയ പിഴിയല. അപ്പോൾ ഞാനത് വാങ്ങി കൊണ്ടുവരണം, വീട്ടിൽ കൊണ്ടുവച്ച് പറഞ്ഞാൽ ഞാൻ 3 സെല്ല് ഇടണം. സെല്ല് ചാർജറായിരുന്നെങ്കിൽ പിന്നെയും തിരക്കേടില്ല. 3 പെൻ ടോർച്ച് സെല്ല് ഇട്ട് വെച്ചപ്പോൾ അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ട്. എൻ്റെ മെറ്റീരിയലൊക്കെ തറ വീണ മുട്ട പൊട്ടുന്ന പോലെ പൊട്ടിപ്പോവും, ആ ടൈപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100 രൂപ അതിന് ഹോൾസെയിൽ വില വരുമെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ 200 രൂപ, 300 രൂപ അവർക്ക് ലാഭം. ഇതുപോലെ കണ്ണാടി, പിന്നെന്താ ചെറിയ മിക്സി പോലത്തെ പൊടിക്കുന്ന സാധനങ്ങൾ, പല വീട്ടുപകരണങ്ങളും പലതും ഇങ്ങനെ വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റാണ്, ബ്രാൻഡഡ് സാധനങ്ങൾ അല്ല. അഹൂജയുടെയും ബജാജിൻ്റെയും അതുപോലെ മിക്സികളൊക്കെ നല്ല ബ്രാൻഡഡ് മിക്സികളുണ്ട്. 5, 8, 10 വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക നമ്മൾ, ഒരു കുഴപ്പമില്ല. ഈ സാധനമൊക്കെ 6 മാസം നിൽക്കുള്ളൂ, അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇടപാട് തീരും. ഇതുപോലെയാണ് ഇപ്പോൾ സഭയും, കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. ഈ ടോർച്ച് കച്ചവടക്കാരെ പോലെ വിശ്വാസികളെ തട്ടിപ്പറിച്ച്, അവരെ കബളിപ്പിച്ച്, അവരെ വഞ്ചിച്ച്, അവരെ ചതിച്ച്, അവരുടെ ഭൗതികം പിടുങ്ങിയെടുത്ത് സുഖ്യന്മാരായി സുഖിക്കുന്ന ശുശ്രൂഷ വൃന്ദങ്ങളെ കൊണ്ട് ആത്മീയ ഗോളം നിറഞ്ഞു കിടക്കുന്നു. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തൊരു വാക്യം എൻ്റെ ഹൃദയത്തിൽ കിട്ടി. അതാണ് ഇന്നത്തെ പ്രസംഗ വിഷയം. ഹല്ലേലൂയ, സ്തോത്രം. വലിയ സർക്കസ് കൂടാരങ്ങളെപ്പോലെ ഈ കള്ളപ്രവാചകന്മാരും ദുർദൃഷ്ടന്മാരും സ്ഥലങ്ങൾ എടുത്ത് ഹോളുകൾ പണിത് 1000, 2000, 3000, 4000, 5000, 10000 ആൾക്കാരെ കൂട്ടിവരുത്തി അവരിൽ നിന്ന് 100 രൂപ വെച്ച് സ്വതന്ത്രമായിട്ട് എടുത്താൽ തന്നെ ലക്ഷങ്ങളായില്ലേ? ഈ കൂട്ടായ്മയ്ക്ക് വരുന്ന ഈ സഹോദരി സഹോദരന്മാർ വേറെ ദിവസവും വായിക്കുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. എവിടെയെങ്കിലും നന്മ കിട്ടുമോ, എവിടെയെങ്കിലും അനുഗ്രഹം കിട്ടുമോ എന്ന് പറഞ്ഞു കിടക്കുന്നവരാ. അവരെ കെണിയിൽപ്പെടുത്താൻ ആർക്കാ പറ്റാത്തത്? 5, 5, 5 15 രൂപയ്ക്ക് 5 രൂപയുടെ മഞ്ച് വാങ്ങി ഒരു ബംഗാളി ഒരു വീട്ടിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടു. അവൻ്റെ ആ കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ 5 പവൻ്റെ എങ്ങാണ്ട് മാല കിടപ്പുണ്ട്, 3, 5 പവൻ്റെ. അത് ആ കുട്ടി ഇങ്ങനെ ആ മുറ്റത്തുകൂടി ഓടിക്കളിക്കുന്നു. ഇവൻ പോയി തൊട്ടടുത്ത് 15 രൂപയുടെ മഞ്ച്, 3 മഞ്ച് 15 രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് വന്ന് ഈ കുട്ടി നടന്നു വരുമ്പോൾ കുട്ടി ഇങ്ങനെ കാണിച്ചു. കുട്ടി ഓടി വന്നു, മഞ്ച് കയ്യിലോട്ട് കൊടുത്തു, 3 പവൻ്റെ മാല പയ്യെ ഊരിയിങ്ങെടുത്തു. ഇതാണ് ഇന്ന് ആത്മീയ ഗോളത്തിൽ നടക്കുന്നത്. പൊന്നു ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കേ. ഈ ലോകത്തിൻ്റെ ചപ്പും ചവറും
നശിച്ചു പോകുന്ന ഭൗതിക അനുഗ്രഹങ്ങളെ വാഗ്ദാനം ചെയ്ത് സ്വർഗീയമായ അനുഗ്രഹങ്ങളുടെ കലവറകൾ നിങ്ങളിൽ നിന്ന് നിങ്ങളെ നഷ്ടപ്പെടുത്തി നിങ്ങളെ തീജ്വാലയിലേക്ക് അഗ്നിപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുവാൻ ദുരുപദേഷ്ടക്കന്മാർ 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വായിച്ചു പഠിച്ചോണം. ഇല്ലെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. 2 പത്രോസ് 2-ന്റെ 1 മുതൽ 3 വരെ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അപ്പോൾ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരും ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ശിക്ഷാവിധി താമസിയാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. അപ്പം ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശല വാക്ക് പറഞ്ഞ് വ്യക്തികളെ വിറ്റ് തിന്നുവെന്ന് 2000 വർഷം മുമ്പ് പത്രോസ് പറഞ്ഞു. എത്ര വാക്യങ്ങൾ എടുത്തു തരണം? 100 വാക്യങ്ങൾ എടുക്കാൻ എനിക്ക് സമയമില്ല ഇപ്പോൾ. അതുകൊണ്ട് വിശ്വാസികൾ ജാഗരൂകരായിരിക്കുക. ബാംഗ്ലൂരിൽ നിന്ന് ആരെങ്കിലും വന്ന് പ്രസംഗിക്കുന്നെങ്കിൽ ആ പ്രസംഗം ശ്രദ്ധിക്കാതിരിക്കുക. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും വ്യഭിചാരികളും ദ്രവ്യാഗിരികളും കുമിള് പോലെ മുളച്ചു പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. 7 സഭകൾക്ക് ദൂതെഴുമ്പോൾ എഫെസോസ് സഭയിൽ പ്രവാചകന്മാരെന്ന് പറഞ്ഞ് വന്ന ഒരു ഗ്രൂപ്പിനെ എഫെസോസ് സഭാ ശുശ്രൂഷകരും വിശ്വാസികളും പരിശോധിച്ച് കള്ളപ്രവാചകന്മാരെന്ന് കണ്ടെത്തി. ഇന്ന് സഭകളിൽ ഇതുപോലെയുള്ള കള്ളപ്രവാചകന്മാർ വന്നാൽ അവർ കയറി മേഞ്ഞിട്ട് പോകും. പാസ്റ്ററിനും വിശ്വാസികൾക്ക് ഒരു പിടിയും കിട്ടത്തില്ല. കാശ് പഠിച്ചു മാറ്റി ചെക്കും വാങ്ങി പൊയ്ക്കഴിയുമ്പോഴാണ് അറിയുന്നത് കള്ളന്മാരാണെന്ന്. മഷിയിട്ട് നോക്കി അവരോട്ട് കിട്ടുകയില്ല. ഇങ്ങനെ പറഞ്ഞു പൊളയാൻ സമയം എൻ്റെ മുമ്പിലില്ല. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ വായിക്കുന്നു. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോഴോ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ളവർ ഈ കള്ളപ്രവന്മാരെ ജയിക്കുമെന്ന് എൻ്റെ അർത്ഥം. മറ്റൊരാത്മാവുമായിട്ട് വരുന്നവരെ ജയിക്കാൻ കഴിയുമെന്നാണ് യോഹന്നാൻ പറയുന്നത്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. 1 യോഹന്നാൻ 4:6 എൻ്റെ പ്രധാനമായി ഞാൻ ഫോക്കസ് ചെയ്യുന്ന വാക്യം. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. ഈ വാക്യത്തെ ആസ്പദമാക്കി അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. വളരെ പ്രാർത്ഥനാപൂർവം ശ്രവിച്ചാലും യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ഈ വിഷയം വളരെ ഗൗരവമേറിയൊരു വിഷയമാണ്. 1 യോഹന്നാൻ 4:1 മുതൽ 6 വരെയും പഠിക്കണം നമ്മൾ. യേശുവിനെ സ്വീകരിക്കാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല. എന്നാൽ യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുകയും യേശുക്രിസ്തു പറഞ്ഞ വചനത്തെ പുറംകാല് കൊണ്ട് തട്ടിക്കളയുകയും ചെയ്യുന്ന മറ്റൊരാത്മാവുള്ളവർ ലോകത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതിനാ പറയുന്നത് ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ ഇതേ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഒരു വാക്യം ഞാൻ നിങ്ങളെ പല പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ 6-ാം വാക്യം, നീ എനിക്ക് ലോകത്തുനിന്ന് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി. അവർ നിനക്കുള്ളവരായിരുന്നു. നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. നീ എനിക്ക് ലോകത്തിൽ തന്നിട്ടുള്ള മനുഷ്യർ, ആദിമ അപ്പോസ്തലന്മാർ, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാ, അന്ത്രോസ് ആദിയായ അപ്പോസ്തലന്മാരെ കുറിച്ചാണ് പറയുന്നത്.
പൗലൂസ് അതിനുശേഷം അതിനോടുകൂടി ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് പിതാവ് തെരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാർക്ക് കൊടുത്തവരാണ്. അവർക്കാണ് യോഹന്നാന്റെ സുവിശേഷം 17 പറയുന്നത്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർ കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർ കൊടുത്തിരിക്കുന്നു. ഞാൻ ജഡികനല്ലാത്ത പോലെ അവരും ജഡികന്മാരല്ല, ഞാൻ ലോകക്കാരല്ലാത്ത പോലെ അവരും ലോകക്കാരല്ല, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17 1 മുതൽ 20 വരെ ഒരു 10 പ്രാവശ്യം വായിച്ച് പഠിക്കുകയും ഈ മെസ്സേജ് കൂടി ഒന്ന് ശ്രദ്ധിക്കുകയും കൂടി ചെയ്യുമ്പോൾ കാര്യങ്ങളുടെ ഒരു ആവറേജ് നിങ്ങൾക്ക് പിടികിട്ടും. ഇനി ഞാൻ 6-ാം വാക്യത്തിലേക്ക് വരുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാത്തവർ ദൈവത്തിൽ നിന്നുള്ളവരല്ലെന്ന് വചനം പറയുന്നു. എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് ഈ ഭൂമിയിൽ വന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുത്ത ഒരു ഗ്രൂപ്പാണ് ആദിമ അപ്പോസ്തലന്മാർ. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ദൈവസഭയുടെ തൂണുകളായവർ. ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട് ദൈവസഭയുടെ തൂണുകളാണെന്ന്. ഈ തൂണുകളായവർക്കാണ് കർത്താവ് വചനം പരമേൽപ്പിച്ചത്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 20 വരെ ശ്രദ്ധിച്ചങ്ങ് വായിച്ചു കഴിയുമ്പോൾ വചനം ഞങ്ങൾക്ക്, ശുശ്രൂഷ ഞങ്ങൾക്ക്. വചനം അവരുടെ പക്കൽ, ശുശ്രൂഷ അവരുടെ പക്കൽ. അവർ പറയുന്നതാണ് ക്രിസ്തുവിൻ്റെ പ്രമാണം. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. ഇത് പല പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിച്ച് പഠിക്കണം. അതിൽ സത്യമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങളുണ്ടോ എന്ന് ഗ്രഹിച്ച് അതനുസരിച്ച് നിങ്ങൾ പ്രമാണിക്കണം. ഈ കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം. ഞാൻ പ്യൂർ വചനമാണ് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവേതെന്നും ഇതിനാൽ അറിയാം. ഹല്ലേലൂയ. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങൾ ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു പോവുക. 2 കൊരിന്ത്യർ ലേഖനം, സ്തോത്രം, 11-ാം അധ്യായത്തിൻ്റെ, ശ്രദ്ധിച്ച് ഈ വാക്യങ്ങൾ ഗ്രഹിക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുക. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം ഞാൻ വായിക്കുന്നു, ശ്രദ്ധിക്കണേ. സ്തോത്രം. അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ ഇരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ ഏകപുരുഷനെ നിങ്ങളെ നിർമ്മലയെ എണ്ണിപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന്, 4-ാം വാക്യം, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും പൊറുക്കുകയോ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഒന്നുകൂടി വായിക്കാം ഞാൻ വാക്യം. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഞങ്ങൾ പ്രസംഗിച്ച യേശു മാനവജാതിയുടെ പാപപരിഹാരത്തിനായി ലോകത്തിൽ വന്ന് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന യേശു ക്രിസ്തു, പാപമോചനം നൽകുന്ന യേശു ക്രിസ്തു, സ്വർഗരാജ്യം നൽകുന്ന യേശു ക്രിസ്തു. ഈ ലോകത്തിൻ്റെ ദൈവമായ സാത്താൻ ഭൗതിക അനുഗ്രഹങ്ങളാണ് ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് തരുന്നത്. നമ്മൾ ലോകക്കാരല്ല, നമ്മൾ സ്വർഗീയന്മാരാണ്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിപ്പോൾ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കേണ്ടവരാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നീ കള്ളപ്രവാചകന്മാരും ദുർവിഷ്ടകന്മാരും ഭൂമിയിലെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിലെ മോൻ മദ്രാസിലെ മോൻ എന്ന് പറഞ്ഞ പോലെ ബാംഗ്ലൂരിലെ മോൻ എന്ന് പറഞ്ഞത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യഭിചാരത്തിൻ്റെ കഥകളാണ്. അപ്പം പറഞ്ഞത് 7 രൂപ 50 പൈസ പിച്ചക്കാശ് കിട്ടുന്ന കാര്യമാണ്. സ്വോത്രാഴ്ചയെക്കുറിച്ചേ പുള്ളിക്ക് പറയാനുള്ളൂ. അന്ന് അത് കിട്ടി. ഇന്ന് 7 മിഷ്യൻ വെച്ച് എണ്ണുമ്പോൾ അത് ദൈവത്തിൻ്റെ പണമാണ് ഞങ്ങളുടെ കൈവന്ന്. സാത്താൻ്റെ പണമാണ്. തെറ്റിപ്പോയി, പുള്ളിക്ക് തെറ്റുപറ്റി. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും
നിങ്ങൾ കൈക്കൊള്ളാത്ത വേറെ സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. കൊരിന്ത് സഭയിൽ ഈ വകുപ്പിൽപ്പെട്ടവർ ഉണ്ടായെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നുണ്ടോ? മനസ്സിലാകുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? കൊരിന്ത് സഭയിൽ അങ്ങനെയുള്ള ഗുണം പിടിക്കാത്തവന്മാരുണ്ടായിരുന്നു. ഇന്നത്തെ സഭകളിൽ ഇത് തന്നെയാണ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ പാവം പിടിച്ച ദൈവമക്കൾ കിടന്ന് വീർപ്പ് മുട്ടുകയാണ്. അത് വരില്ലെണ്ണാന്ന് വരെ ഉള്ളൂ. എല്ലാ പ്രസ്ഥാനങ്ങളിലും പാവം പിടിച്ച ദൈവമക്കൾ കിടപ്പുണ്ട്. അവരെ ദൈവം പുറത്ത് ചാടിക്കാൻ പോവുക. എലിയെ പുകച്ച് ചാടിക്കുന്ന പോലെ പുകത്തി ചാടിക്കാൻ പോവുക. ഇത് കണ്ടില്ലേ? ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന് പ്രസ്താവിച്ച പ്രസ്താവനകൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതും അവർ ചെയ്യുന്നതുമായ പ്രവൃത്തികളെ അവർ പ്രസ്താവിച്ചപ്പോൾ എന്ത് പറ്റി? ജനത്തിന് മനസ്സിലായി, ഇനി അവിടെ കടിച്ചു തൂങ്ങിക്കിടക്കരുത്, ചാടി രക്ഷപ്പെട്ടോണം കോരപുത്രന്മാരെ പോലെ. ഇല്ലെങ്കിൽ നീയൊക്കെ നിത്യം നരകത്തിൽ പോയി വീഴാനിടയായിത്തീരും. പറയുന്നതിൻ്റെ ഭാഷാശുദ്ധിക്ക് ഇച്ചിരി ഘനമുണ്ട്. ദൈവമക്കൾ മനഃപൂർവ്വമായി ക്ഷമിച്ചു കൊള്ളണം. ഇവിടെ യോഹന്നാൻ പറഞ്ഞത്, ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ ഒന്ന് ശോധന ചെയ്വിൻ. ദൈവത്തിൻ്റെ ആത്മാവ് ഏതാണെന്നും അശുദ്ധാത്മാവ് ഏതാണെന്നും ദുരുപദേശത്തിൻ്റെ ആത്മാവ് ഏതാണെന്നും ദൈവമക്കൾ ശോധന ചെയ്യണം. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയാതെ തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെ അറിയേണ്ട പോലെ അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ തെറ്റിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പൗലോസ് പഠിപ്പിക്കുന്ന ആ പഠനം വാത്സല്യ ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. കർത്തൃസേവന നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ആത്മാവിൻ്റെ ഐക്യത, ഐക്യമുള്ള ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചിരിതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ആത്മാവൊന്ന്, ആത്മാവിൻ്റെ ഐക്യത ഉണ്ടാകും. ആത്മാവൊന്ന്, സ്നാനമൊന്ന്, കർത്താവ് ഒന്ന്. ഇന്ന് പലതും പലതായി കിടക്കുക. ദൈവത്തിൻ്റെ ആത്മാവാണോ അശുദ്ധാത്മാവാണോ എന്ന് ദൈവജനം ശോധന ചെയ്യണം. ഹല്ലേലൂയ. ശോധന ചെയ്യില്ലെങ്കിൽ എന്തോ പറ്റും? തകർന്ന് തരിപ്പണമായി പോകും. ഇന്നാ സംഭവിച്ചേക്കുന്നേ. ദൈവത്തിൻ്റെ ആത്മാവ് ഏത്, അശുദ്ധാത്മാവ് ഏതെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ തന്നെ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവത്തിൽ നിന്നുള്ളവ ശരിക്കും ഏതാ? 4-6 അങ്ങോട്ടൊക്കെ ആഴത്തിൽ പഠിച്ചാൽ മതി. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാലറിയാം. അപ്പോസ്തലന്മാർ പറയുന്ന വാക്ക് കേൾക്കാത്തവരുടെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവ അല്ലെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. ഞാനല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇനി യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ യിശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും യഹോവയുടെ ആത്മാവ് തന്നെ. യേശുവിൽ വസിച്ച ആത്മാവ് ഏതായിരുന്നു? ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, ഹോമഭക്തിയുടെ ആത്മാവ്. ഈ ആത്മാവായിരിക്കണം നമുക്ക്. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്.
ബാംഗ്ലൂരിൽ നിന്ന് വന്നാലും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് പൊട്ടിക്കിളിർത്ത് വീണെന്ന് പറഞ്ഞാലും ഇവർ പറയുന്നതും ഇവർ ചെയ്യുന്നതും ദൈവവചനമാകുന്ന ഉരകല്ലിൽ ഉരച്ചു നോക്കി ഇവർ പറയുന്നതും ഇവർ പ്രവർത്തിക്കുന്നതും വിവേചിച്ച് മനസ്സിലാക്കി എടുത്തില്ലെങ്കിൽ വാത്സല്യ ദൈവമക്കളെ നിങ്ങൾ നരകക്കുഴി കിടന്ന് അഴിയെണ്ണേണ്ടി വരും. ഹോരബലബദന ശാന്തരാജന. ഞാനതുകൊണ്ടാണ് ഇത് പറയുന്നത്. വേദനയോട് പറയുക. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയൊന്ന് ശോധന ചെയ്യണം. ദൈവാത്മാവിൽ പറയുന്ന ദൂതും സാത്താൻ്റെ ആത്മാവിൽ പറയുന്ന ദൂതും തമ്മിൽ വചനത്തിലൂടെ ഉരച്ചു നോക്കണം. ബെരോബിലെ വിശ്വാസികളെ പോലെ എടുത്ത് വെട്ടി വിഴുങ്ങരുത്. ആരെന്ത് പറഞ്ഞാലും വെട്ടി വിഴുങ്ങുന്ന വിശ്വാസികളാണ് ഇന്ന് ഭൂമിയിൽ ബഹുഭൂരിപക്ഷവും. അപകടം മണത്തത് കൊണ്ടാണ് ഈ പറയുന്നേ. പെന്തക്കോസ്ത് കോളത്തിൽ 50 വർഷത്തെ പരിചയമുണ്ട്. കള്ളപ്രവാചകന്മാരെയും ദുരുപദേഷ്ടകന്മാരെയും നന്നായി പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പ്രവൃത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ മേശയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഞാൻ ഈ മെസ്സേജ് തയ്യാറായി ഇപ്പോൾ കുറേ വാക്യങ്ങൾ ഹൃദയത്തിൽ ഒന്ന് പെട്ടെന്ന് അതങ്ങ് കുറിച്ചെടുത്തു. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത വാക്യങ്ങളെല്ലാം അറിയാവുന്ന വാക്യങ്ങളാണ്, അറിയാവുന്ന വിഷയങ്ങളാണ്. ഒന്നുകൂടി ഓർപ്പിച്ചുണർത്തുകയാണ്. ഹല്ലേലൂയ. 6:1 ഞാനങ്ങ് വായിക്കാം. കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതി ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിക്കുന്നുവെന്ന് യവനായക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ വിറുവിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷിക്കുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യവുമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തെരഞ്ഞുകൊള്ളുവീൻ. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ഇന്നത്തെ അപ്പോസ്തലന്മാരെ കള്ളക്കച്ചവടം ചെയ്യാനും ഇല്ലാത്ത ഏടാകൂടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം അപ്പോസ്തലന്മാർ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരുന്നു. അവർക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഇല്ല, കല്യാണം നടത്തി കൊടുക്കലും ഇല്ല, ലോകത്തുള്ള ഒരു പരിപാടി അവർക്കില്ല. ഇന്നത്തെ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും അവർ ഭക്തന്മാരുടെ വേഷം കെട്ടി അവർ കല്യാണ ബ്രോക്കർമാരായി വസ്തു കച്ചവടം നടത്തി തൃശ്ശൂർ ലോട്ടറി കച്ചവടത്തെത്തുന്ന ഒരു കൂട്ടം വലിയ കള്ളപ്രവാചകന്മാർ കിടപ്പുണ്ട്. സൂക്ഷിച്ചൊടിഞ്ഞോ ഇതൊക്കെ? ഹല്ലേലൂയ. ഈ വാക്ക് ഒക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ 6 പേരെ അവർ തിരഞ്ഞെടുത്തു. അങ്ങനെയുള്ളവരായിരുന്നു. അവർ കൃപയും ശക്തിയും നിറഞ്ഞവരായി, ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരായിരുന്നു, കൃപ പ്രാപിച്ചവരായിരുന്നു, ശക്തി പ്രാപിച്ചവരായിരുന്നു, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിരുന്നു. ഹല്ലേലൂയ. അവർ നല്ല സാക്ഷ്യമുള്ളവരായിരുന്നു, ആത്മാവും ജ്ഞാനവും നിറഞ്ഞവർ, കർത്താവിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചവർ, ദേശത്ത് സാക്ഷ്യം പ്രാപിച്ചവർ. ഇന്ന് അതൊക്കെ മാറിയിട്ട് ഈ വചനവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ രീതികൾ. അതാണ് ഇങ്ങനെയുള്ള വൃത്തികെട്ട വാക്കുകൾ പ്രസംഗപീഠങ്ങളിൽ നിന്ന് ഛർദ്ദിച്ചിടുന്നത്. അത് തിന്നാനായിട്ട് ഒരു കൂട്ടരുണ്ടല്ലോ, അത് തർജിമ ചെയ്യാനായിട്ട് വെളിവുകെട്ടവന്മാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. അവരെ ഓർത്ത് തലകുനിക്കുന്നു, അവരെ ഓർത്ത് കരയുന്നു, അവരെ ഓർത്ത് വിലപിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രവൃത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ ഒരു ശീമോൻ ചെപ്പടി വിദ്യകൾ കാണിച്ചെടുത്ത് പറയാനുള്ള സമയമൊന്നുമില്ല, എടുത്ത് വായിച്ചു പഠിച്ചുകൊള്ളുക. സർക്കസൊക്കെ കാണിച്ചു. പക്ഷേ ഫിലിപ്പോസ് വചനം പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ അവനും രക്ഷിക്കപ്പെട്ടു. അവസാനം അവനൊരു ഡിമാൻഡൊക്കെ വയ്ക്കുന്നുണ്ട്, നമുക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പ്രവൃത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 12 വരെയുള്ള വാക്യം അതൊന്ന് വായിക്കാനായിട്ട് താല്പര്യമുണ്ട്. പ്രവൃത്തി പുസ്തകം 13-ാം അധ്യായം. പ്രവൃത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താ? ശൗലിനെയും ബർന്നബാസിനെയും വേലയ്ക്കായി വേർതിരിക്കുന്ന അധ്യായമാണ്. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിൽ ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സെലമിസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം പ്രസംഗിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി
പംഫോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്ന് പേരുള്ളൊരു യഹൂദനായി കള്ളപ്രവാചകനായ വിദ്വാനെ കണ്ടു. ഇന്ന് ബർയേശുമാർ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. കൊച്ചി പട്ടണത്തിൽ ഇഷ്ടം പോലെ, കേരളത്തിൻ്റെ 14 ജില്ലകളിലും നിറഞ്ഞു കിടക്കുക. കോട്ടയത്ത് കണ്ടെയ്നർ കണക്കിന് കിടക്കുക, തിരുവനന്തപുരത്തും കണ്ടെയ്നർ കണക്കിന് കിടക്കുക ബർയേശുമാര്, ചീമോന്മാര്. സ്വത്രം സൂക്ഷിച്ചു കൊള്ളുക, നിങ്ങളുടെ കട പറിച്ചു കളയവര്, നിങ്ങളെ നരകത്തിലെത്തിക്കും. ഹല്ലേലൂയ. എലിമാസ് എന്ന വിദ്വാൻ, ബർയേശു, എലിമാസ്, ഇതാകുന്നവൻ്റെ യഥാർത്ഥ പേരെന്ന് അവിടെ പറയുന്നത്. ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ പൗലോസ് പ്രസംഗിച്ചപ്പോൾ അത് തടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ? ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടായിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു. കൈ പിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. മനസ്സിലായല്ലോ? ഹല്ലേലൂയ. പഴയ നിയമപുസ്തകത്തിലെ ഒരു വാക്യം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. എൻ്റെ ദാസനായ കാലേബോ അവൻ വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട്, വേറൊരു സ്വഭാവം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് KJV ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ അനദർ സ്പിരിറ്റ്, വേറൊരാത്മാവ്. ശ്രദ്ധിക്കുക, പഴയ നിയമത്തിലെ വിഷയമാണെങ്കിൽ പോലും അവർ വേറൊരാത്മാവുള്ളവനായിരുന്നു. അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. നാദാബും അബീഹൂബും നമുക്കറിയാമല്ലോ, അഹരോന്റെ പുത്രന്മാരെ. അവർ അന്യാഗ്നി കത്തിച്ചപ്പോൾ ദൈവം അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ലേവ്യ 10-ൽ 1, 2, 3 വാക്യങ്ങൾ പഠിക്കാൻ കഴിയുന്നു. 16-ൽ 1, 2, 3-ൽ പല പ്രാവശ്യം പറയുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പഠിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പല പ്രാവശ്യം പറയുന്നേ. ലേവ്യർ 16-ൽ മോശയോട് പറയുന്നു, അഹരോൻ അടുത്തടുത്ത് വരരുത്. എന്താ കാര്യം? നിന്റെ പുത്രന്മാർ മരിച്ചുപോയി, അടുത്ത് നീയും തട്ടിപ്പോ, അതുകൊണ്ട് എപ്പോഴും വരരുത്. ഇന്ന് സഭകളിൽ അന്യാഗ്നി കത്തിച്ചുകൊണ്ടിരിക്കുക. കോട്ടയത്ത് കത്തിച്ചത് അന്യാഗ്നിയാണ്. കോടിക്കണക്കിന് രൂപ നഷ്ടമായെന്നൊക്കെ ഈ ഇടയ്ക്ക് പലരും പറഞ്ഞു തുടങ്ങി. ജനത്തെ കൂട്ടി വരുത്തി സർക്കസ് കാണിച്ച് അന്യാഗ്നി കത്തിച്ച് കേരളക്കരയിൽ ഉണ്ടായിരുന്ന ഒരു ആത്മീയ നിലവാരത്തെ മുഴുവൻ നശിപ്പിച്ച് നാരായണക്കല്ലാക്കി, ലോകത്തിൻ്റെ മുൻപിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കി, പെന്തക്കോസ്ത് ദൈവമക്കൾക്ക് അപമാനം വരുത്തി, അവരുടെ തല നിലം വരെ കുനിയിക്കാനായിട്ട് ഈ കള്ളപ്രവാചകന്മാരും ദുർവേഷ്ടകന്മാരും ചെയ്ത നീച പ്രവൃത്തിക്ക് ദൈവം അവരോട് കണക്കിടട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. മത്തായി 7:22 ഞാൻ എപ്പോഴും നിങ്ങളെ ഓർപ്പിക്കുന്ന വാക്യമാണത്. എന്താണ് 7:22? മത്തായി 7:22 ശരിക്കും വായിച്ച് പഠിക്കണം. എൻ്റെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. 21-ാം വാക്യം, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ, 22 നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അറിയുന്നില്ലെന്നല്ല കേട്ടോ, പലരും അറിയുന്നില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിനെന്ന് തീർത്തും പറയും. അപ്പൊ ആരാ ഇവരിലൂടെ പ്രവർത്തിച്ചത്? ദുഷ്ടപിശാച. യേശുവിൻ്റെ നാമം ഉപയോഗിച്ചെന്നേ ഉള്ളൂ. യേശുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് കഥയില്ല. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് വേണം അത് ആ നാമം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ മറ്റവൻ കയറി കളിക്കും. തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാൻ തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയണം, സാത്താൻ്റെ ശക്തി തിരിച്ചറിയണം. ഇല്ലെങ്കിൽ അപകടം, അപകടം, അപകടം. നിത്യമായ നരകാഗ്നിയിലേക്ക് നമ്മളെ തള്ളിക്കളയും. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലിച്ചു, അത് വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ മണലിന്മേൽ വീട് പണിയുന്ന ബുദ്ധികെട്ട മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലിച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച ഭയങ്കരമായിരുന്നു.
ഒരു വലിയ സബ്ജക്റ്റ്, ഹിമാലയ പർവ്വതം പോലെയുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് ഒരു 10-35 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രസംഗിച്ചങ്ങ് നിർത്തുക. വിശദമായി പിന്നെയുള്ള സമയങ്ങളിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും, ധ്യാനിക്കും. അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് പ്രസംഗിക്കുകയും പാടുകയും ഇങ്ങനെയൊക്കെ സർക്കസ് കാണിക്കുകയും ചെയ്യുമ്പോൾ വചനത്തിലൂടെ ഉരച്ചു നോക്കണം. ഈ കള്ളന്മാരെ തിരിച്ചറിയണം. ഇത് കള്ളപ്രവാചകന്മാരാണോ ദുർവേഷകന്മാരാണെന്നോ വചനത്തിലൂടെ മനസ്സിലാക്കി അവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കി ദൂരെ നിന്ന് കേട്ടാൽ മതി. ഇവിടെ ഒരു 10-15 വർഷം മുമ്പ് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ എറണാകുളം പട്ടണത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു വലിയ മീറ്റിംഗ് നടത്തി. ഇതുപോലെ തന്നെ കള്ളപ്രവാചകന്മാരും ദുർവേഷകന്മാരെല്ലാം ഇവിടെ വന്നു മീറ്റിംഗ് നടത്തിയപ്പോൾ കോടീശ്വരനായി. ഞങ്ങളുടെ പട്ടണത്തിലുണ്ട് ആളിപ്പോൾ. ഇപ്പോഴും ആ ദുരുപദേശം പൊടിപ്പൊടിപ്പായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും അത് നടത്തിയും ഇത് നടത്തിയും കോടികൾ ഈ വെള്ളം കുടിക്കുന്നവർ പിന്നെയും ദാഹിക്കും എന്ന് പറഞ്ഞ പോലെ ഇവർക്കിങ്ങനെ ദാഹം കൂടിക്കൂടി വരിക. സാത്താൻ ദാഹം കൂടി കൊടുത്തുകൊണ്ടിരിക്കുക. കിട്ടിയവർ പിന്നെയും കിട്ടണം, പിന്നെയും കിട്ടണം. ആരെയെങ്കിലും കുത്തി മലർത്തിയാണെങ്കിലും കിട്ടണം. ആരെ നശിപ്പിച്ച് നാരായണക്കല്ലാക്കിയാണെങ്കിലും എനിക്ക് കിട്ടണം പണം. അത് അവരുടെ ചിന്ത. അതിനിരയായി ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ആരും ആയിപ്പോകരുതെന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയും അഭയാചനയും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 7-15 വരെ പഠിക്കുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തുന്ന ആത്മാവാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പ്രവൃത്തി പുസ്തകം 1:8 പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാകണം. അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചിട്ടാണ് അവർ കർത്താവിൻ്റെ സാക്ഷികളായത്. അതുപോലെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്ന് സാത്താൻ്റെതാണോ എന്ന് ശോധന ചെയ്തോണം. എല്ലാവരും പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ, എല്ലാവരും കാണിക്കുന്ന സർക്കസുകൾ കണ്ടിട്ട് ഇത് ദൈവത്തിൻ്റെതാണെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടും, നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടും. പിന്നെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സഹോദരൻ ഉപദേശമൊക്കെ പറഞ്ഞു വന്നപ്പോൾ അഭിഷേകമൊക്കെ പ്രാപിക്കണം, ചാലേ സ്വർഗത്ത് പോല പുള്ളി പറയുക, എൻ്റെ ഭാര്യയും മക്കളും ഇല്ലാത്ത സ്വർഗരാജ്യം എനിക്ക് വേണ്ടത്. അന്ന് കൂട്ടായ്മ ബന്ധം വിട്ടു. കാരണം ഇയാളെ കൊണ്ടു നടന്നിട്ട് എന്ത് പ്രയോജനം? നല്ല ഒരു ചൈന വിശ്വസ്തനാണ്. പുള്ളിയെ കൊണ്ടു നടന്നാൽ നമ്മുടെ ഭൗതിക കാര്യങ്ങളൊക്കെ നിറവേറ്റിത്തരും. പക്ഷേ തുമ്പും വെളിവില്ല ആത്മീയമായിട്ട്. ഞാൻ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി പഠിച്ചപ്പോൾ, ഈ വണ്ടി വാങ്ങാൻ നേരത്തെ അവരിടും, ഹിസ്റ്ററി പഠിക്കണമെന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരായിരുന്നെന്ന് വെച്ചാൽ അത് അങ്കൂത്തും തോമസ് കുട്ടിയും ഡാമിനും എന്ത് വേണ്ട ഈ അൽഗുൽത്ത് പിടിച്ചവരുടെ എല്ലാം ഉപദേശം കേട്ട് 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 തഴമ്പിച്ച് നടക്കുന്ന ഒരു അച്ചായന. അതുകൊണ്ട് അദ്ദേഹം നന്നായില്ല. അന്നും നന്നായിട്ടില്ല, ഇന്നും നന്നായിട്ടില്ല. നാളെ നന്നാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയൊന്ന് ശോധന ചെയ്യും. ദുരാത്മാവിനാൽ ശുശ്രൂഷ ചെയ്യുന്നവരുടെ ശുശ്രൂഷകൾ കേട്ട് തഴമ്പിച്ച ഒരു സഹോദരൻ്റെ കാര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. കാരണം ആ ദുരാത്മാവിൻ്റെ ശുശ്രൂഷകൾ കേട്ട് 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 അതിലൂടെ സാത്താൻ പുള്ളിയെ ബന്ധിച്ചിട്ടിരിക്കുക. അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു വരുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അദ്ദേഹവും കുടുംബവും നിത്യാഗ്നിയിലേക്ക് പോകല്ലേ, കർത്താവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയ കൂട്ടായ്മയിൽ പോകുന്നുണ്ട്. അതുകൊണ്ടൊന്നും വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈസ് നോട്ട് ബോൺ അഗൈൻ. ഇയാൾ വീണ്ടും ജനം പ്രാപിച്ചിട്ടില്ല. വീണ്ടും ജനം പ്രാപിക്കാനുള്ള ഉപദേശം അദ്ദേഹത്തിന് കിട്ടിയില്ല. ദുരുപദേശമാണ് വിതച്ചു കൂട്ടിയത്. അത് മുഴുവൻ ഹൃദയത്തിൽ കയറി തമ്പടിച്ചിരിക്കുക. എപ്പോൾ നോക്കിയാലും അനുഗ്രഹം, നന്മ, വിടുതൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞ് ഞാനും എടുത്തു. സഭ്യമല്ലാത്ത സംസാരം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധവും നിർത്തി. ഞാൻ എന്തിനിത് പറഞ്ഞു? ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയൊന്ന് ശോധന ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയാം. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപബോധം വരുത്തുന്ന ആത്മാവ്. ഒരൊറ്റ പ്രസ്താവന കേൾക്കുമ്പോഴറിയാം ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നാണോ ഇത് സാത്താൻ്റെ ആത്മാവാണോ ഇത് ജഡത്തിലാണോ പ്രസംഗിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുണ്ടെങ്കിലും കാലതാമസം കൂടാതെ തന്നെ
ഈ വിഷയത്തെക്കുറിച്ച് ആഴമായ പഠനങ്ങളിലേക്ക് നമ്മൾ വരും. ആ സമയത്ത് ഇതിനെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കാം. ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ ഒന്ന് ശോധന ചെയ്യും. അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. തിരുവെഴുത്തുകളെയും ദൈവശക്തിയും തിരിച്ചറി. ദൈവത്തിൻ്റെ ശക്തി ഏത്, സാത്താൻ്റെ ശക്തി ഏതെന്ന് തിരിച്ചറി. യെശയ്യാവ് 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, നന്മയ്ക്ക് തിന്മയെന്നും തിന്മയ്ക്ക് നന്മയെന്നും കയ്പിന് മധുരമെന്നും മധുരത്തിന് കയ്പെന്നും ഇരുട്ടിന് വെളിച്ചമെന്നും വെളിച്ചത്തിന് ഇരുട്ടെന്നും പറയുന്നവർക്ക് അയ്യോ കഷ്ടം. തെറ്റ് ചെയ്തിട്ട് നന്മയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇരുട്ടായിട്ട് വെളിച്ചമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, കയ്പിൻ്റെ അനുഭവത്തിന് മധുരമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തുപറ്റി? ആത്മാവ് മാറിപ്പോയി. മറ്റൊരാത്മാവ്, മറ്റൊരു ക്രിസ്തു, മറ്റൊരു സുവിശേഷം വ്യാപിച്ചു കിടക്കുക. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവർ ഒത്തിരി പേര് ആത്മീയ കുളത്തിൽ കിടക്കുക. തിരിച്ചറിയുക ദൈവമക്കളെ. വചനമാകുന്ന ഉരകല്ലിൽ ഉരച്ചു നോക്കി അവരെ തിരിച്ചറിയുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അവരുടെ ആത്മാവ് ഏതെന്ന് തിരിച്ചറിയുക. അല്ലെങ്കിൽ അബദ്ധത്തിൽ നമ്മൾ ചിന്തയാണ്. കർത്താവ് വരാറായി, കാഹളം ധ്വനിക്കാൻ നേരമായി. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അപകട മേഖലകളെ ഒഴിഞ്ഞു പോകാം, ചതിക്കുഴികളെ ഒഴിഞ്ഞു പോകാം, ദുരുപദേശങ്ങളെ ഒഴിഞ്ഞു പോകാം. കർത്താവ് യേശുക്രിസ്തുവിന്റെ പത്യവനും ഭക്തിക്കൊത്തുപദേശമല്ലാത്തതൊക്കെ ദുരുപദേശമാണ്. കർത്താവ് ഈ വായനകളാ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം.